സൂറത്ത് അൽ മുഅ്മിനൂനിന്റെ ആദ്യത്തെ 10 വചനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് ഉൻസിലത് അലയ്യ 10 ആയത്ത്, 10 ആയത്തുകൾ എനിക്ക് ഇറക്കപ്പെട്ടിട്ടുണ്ട്. മൻ അഖാമഹുന്ന ദഖലൽ ജന്ന. ആ 10 ആയത്തുകളിൽ പറഞ്ഞ കാര്യം ഒരാൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. എന്തൊരു ഉറപ്പാണ് സഹോദരങ്ങളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിൽ ഒന്നാമത് പറഞ്ഞ കാര്യം എന്താ അറിയോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവർ നിസ്കരിക്കുന്നറിയണമെങ്കിൽ നമ്മളെല്ലാവരും രക്ഷപ്പെടും. കാരണം 5 നേരം നിസ്കരിക്കാത്ത ഒരാളെ എന്തായാലും ജുമാക്ക് നമ്മുടെ ഇത്തരം പള്ളികളിൽ വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിസ്കരിക്കാത്തല്ല, അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, ഭക്തിയോടുകൂടെ നമസ്കരിക്കുക. എന്താ ഭക്തിയോടുകൂടെ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും മനസ്സും അള്ളാഹുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ള നിസ്കാരം. നമ്മൾ ഏറ്റവും ശക്തമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇഹലോകത്തും പരലോകത്തും വിജയിക്കാനുള്ള ഒന്നാമത്തെ കാര്യമായി അള്ളാഹു പറയുന്നത് ആത്മാവുള്ള ഖുശൂഉള്ള നമസ്കാരത്തെക്കുറിച്ചാണ്. സത്യത്തിൽ എന്താണ് നമ്മുടെ നമസ്കാരത്തിന് സംഭവിക്കുന്നത്? സുഹൃത്തുക്കളെ, നമുക്കൊക്കെ ഭയങ്കര ധൃതിയാണ്. നമ്മളെവിടെ നിൽക്കണില്ല. എന്ത് ചെയ്യുകയാണെങ്കിലും അടുത്തതിന് പോകേണ്ടതിൻ്റെ അർജൻറ്റാണ് നമ്മുടെയൊക്കെ മനസ്സിൽ. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും ആ യാത്രയെ നമ്മൾ ആസ്വദിക്കണില്ല. എത്തേണ്ട സ്ഥലത്തെക്കുറിച്ചുള്ള ബേജാറുകളെ മനസ്സിൽ. നല്ല ഭക്ഷണം മുന്നിൽ വെച്ച് കഴിക്കുമ്പോൾ പോലും അതിലേക്കൊന്ന് നോക്കുകയോ അതിൻ്റെ രുചിയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. ഭക്ഷണം കഴിച്ചിട്ട് എവിടെ പോകാണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് എവിടെ പോകണം എന്ന ചിന്ത കൊണ്ട് തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും അള്ളാഹുവിന് കൊടുത്തുകൊണ്ടുള്ള ഒരു നമസ്കാരം നമ്മൾ നമസ്കരിക്കുന്നു. സുഹൃത്തുക്കളെ, വളരെ വലിയ അധ്വാനം അതിനാവശ്യമാണെങ്കിലും അത് സാധിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒന്നും നമ്മൾ പേടിക്കേണ്ട. എന്താ പറയുക, വസ്തഈനു ബിസ്സബ്രി വസ്സല. നിസ്കാരം ശരിയായി നിർവഹിക്കുന്ന ഒരുത്തൻ്റെ എല്ലാ കാര്യവും അള്ളാഹ് എളുപ്പാക്കി കൊടുക്കും. നമ്മുടെ ബിസിനസ് ആവട്ടെ, നമ്മുടെ ജീവിത പ്രയാസങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, ബുദ്ധിമുട്ടുകളാകട്ടെ, എല്ലാം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരും. നിസ്കാരം മാത്രം നമ്മൾ കണിശമായി ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിസ്കാരം ഭക്തിപൂർവ്വമാകണമെങ്കിൽ എന്ത് വേണമെന്നറിയും? അതിനൊരു പശ്ചാത്തലം വേണം. അതധികവും പള്ളിയിൽ നിന്നാണ് നടക്കുക. നിർബന്ധമായും പള്ളിയിൽ വെച്ച് നിസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കാം. നമുക്കതിന് പറ്റും. കാരണം നമ്മൾ എവിടെയാണെങ്കിലും അവിടെ അടുത്ത് പള്ളിയുണ്ട്. യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഈ റമദാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള എൻ്റെ നമസ്കാരങ്ങൾ പള്ളിയിൽ വെച്ചായിരിക്കും എന്ന് തീരുമാനിക്കാൻ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തൊരു പ്രയാസമാണുള്ളത്. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവുകയും അത് കണിശമാവുകയും ചെയ്യും. വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുമ്പോൾ ആലോചിക്കുക, ഇന്ന് എത്ര നിസ്കാരം എനിക്ക് പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിർവഹിക്കാൻ പറ്റും. ഞാൻ വെറുതെ പറയില്ല, നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കി. അത് ജീവിതത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിൻ്റെ തീരുമാനമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രണ്ടാമത്, ഒരു വിശ്വാസിക്ക് ഉണ്ടാവണം അവൻ്റെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ രണ്ടാമത്തെ കാര്യം കൂടെ ആലോചിക്കണം. സക്കാത്തൊക്കെ പറയാൻ പോകുന്നുണ്ട്, പക്ഷെ സക്കാത്ത് ഒന്നല്ല. രണ്ടാമത് അള്ളാഹു പറഞ്ഞത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുന്ന. നമ്മളെ മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം ഒന്ന് നോക്കുക. നേരം വെളുത്ത് ഉറങ്ങുന്നതിലിടക്ക് മൊബൈൽ ഫോണിൽ നമ്മൾ എത്ര നേരം ചെലവഴിച്ചു? സുഹൃത്തുക്കൾ, ചെലവഴിച്ച സമയം 2 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ ആവട്ടെ, ആ 4 മണിക്കൂർ സമയം ഇത്രമാത്രം തിരക്കും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഞാനും നിങ്ങളും മൊബൈലിൽ ഇരുന്നിട്ട് എന്തു കിട്ടി? അതിൻ്റെ ഉത്തരം പറയേണ്ടത്. എന്താ കിട്ടിയത്? വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടിയാണോ? പാടില്ലാതെ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയാന്നുള്ളതിൻ്റെ തഫ്സീർ നോക്കിയാൽ ശിർക്ക് മുതൽ എന്തെല്ലാം പാപങ്ങളുണ്ടോ ആ പാപങ്ങൾ മുഴുവനും അവഗണിക്കുന്നതിൽ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക. എല്ലാ തെറ്റുകളും, കാരണം തെറ്റുകൾ ആവശ്യമില്ലാത്തതാണ്. എന്തെങ്കിലും ഒരു തെറ്റ് കൊണ്ടൊരു പ്രയോജനമുണ്ടോ സുഹൃത്തുക്കളെ? ഒരു പ്രയോജനം. അതുകൊണ്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നത് അടക്കമുള്ള അനാവശ്യമായ എല്ലാ കാര്യം. ഒരാളെ പറ്റിയൊരു കുറ്റം പറയുകയാണെങ്കിൽ നമ്മളത് കേൾക്കാതിരിക്കുക, നമ്മൾ പറയാൻ കൂടാതിരിക്കുക. വെറുതെ മ്യൂസിക് വെച്ച് എത്രയോ സമയം, അല്ലെങ്കിൽ ഇരിക്കുന്ന സമയം മുഴുവനും ഗെയിം കളിച്ച് സമയം കളയുന്ന ആള്. എല്ലാ അനാവശ്യ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ തിരുത്തായിരിക്കും. അനാവശ്യ കാര്യങ്ങളെ അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണമെങ്കിൽ ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ഒരു വിശ്വാസിക്ക് വിജയം വേണോ, ദുനിയാവിന് വിജയം വേണോ, പരലോകത്ത് വിജയം വേണോ, അവൻ ഉറപ്പായും ഉണ്ടാവേണ്ട കാര്യം. അപ്പം ഇനിയിപ്പോൾ മൊബൈൽ എന്തായാലും
കയ്യിൽ നിന്ന് വെക്കാൻ നമുക്കാർക്കും പറ്റൂല. അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ, പ്രയോജനമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചൂടെ? അതിൽ നമ്മൾ കേൾക്കുന്നതോ അത് നോക്കുന്നതോ നമുക്ക് ഉപകാരമുള്ള ഒരു കാര്യമാകട്ടെ എന്ന് ചിന്തിച്ചാൽ ഈ കടയിലൊക്കെ എത്രയോ സമയം വെറുതെ ഇരിക്കും. കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് സെയിൽസ്മാൻമാരാണെങ്കിലും അല്ലെങ്കിൽ ക്യാഷിലിരിക്കുന്ന ആളുകളാണെങ്കിലും എത്ര സമയമാണ് വെറുതെ ഇരിക്കുന്നത്. ഞാൻ ഈ റമദാൻ നമുക്ക് നൽകിയ ഒരു ശക്തി എന്താണെന്ന് വെച്ചാൽ പ്രവർത്തന നിരതമായ ഒരു കാലമാണ് അല്ലേ. ആ 30 ദിവസത്തെ നമുക്ക് നഷ്ടബോധമല്ല. കാരണം ഒരു കിട്ടിയോ അപ്പോൾ ഖുർആൻ എടുത്തു, ഒരു സമയം കിട്ടിയോ നമ്മൾ പള്ളിയിലെത്തി. എല്ലാ സന്ദർഭത്തിലും 9ഉം 10ഉം പ്രാവശ്യമൊക്കെ ഖത്തം തീർത്ത ആളുകളുണ്ട്. സമയം പാഴാക്കാതെ പ്രയോജനപ്പെടുത്തി എന്നതാണ് റമദാനിന്റെ 30 പകലുകൾ നമുക്ക് തന്ന ശക്തിയെങ്കിൽ സുഹൃത്തുക്കളെ, സമയം പാഴാക്കുന്നതിലേക്ക് നാം നമ്മുടെ ജീവിതം തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് സമയം നഷ്ടപ്പെടുത്തില്ലെന്ന ഒരു തീരുമാനം ആ റമദാനിൽ കിട്ടിയ ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാവേണ്ടതുണ്ട്. മൂന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. അവർ സക്കാത്ത് കൊടുക്കുന്നു. റമദാനിൽ നമ്മുടെ മുറ്റത്ത് ആളുകൾ വന്ന് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് റമദാൻ അല്ലാത്ത കാലത്ത് വരാത്തത്. റമദാനിക്ക് വന്ന് നീട്ടുന്ന കൈകളെ ഒരു പിശുക്കനും മടക്കി വിടുകയില്ലെന്ന് ആ കൈ നീട്ടുന്നവർക്കറിയാം അല്ലേ. നമ്മുടെ പള്ളികളിലും സ്ഥലങ്ങളിലൊക്കെ എത്രയാണ് കലക്ഷന് വേണ്ടി ആൾക്കാർ വന്നത്. ഒരു മടുപ്പുമില്ലാതെ നമ്മളൊക്കെ കൊടുത്തില്ലേ സുഹൃത്തുക്കളെ? അവസാനത്തെ 10-ലായിരിക്കും ഏറ്റവും അധികം കൊടുത്തിരിക്കുക. സിദ്ക്ക് എന്നുള്ളതും സ്വതക്ക എന്നുള്ള വാക്കും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ, നമ്മുടെ ഉള്ളിൽ ഈ സ്വർഗവും നരകമൊക്കെ ആ വിചാരം നമ്മളെയൊക്കെ മനസ്സിലുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ നമ്മൾ കൊടുത്തിരിക്കുന്നു. ഈമാൻ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള വഴിയാണെന്ന് കൊടുക്കുന്നത്. ആരും നമ്മളിത് പിടിച്ചു വാങ്ങുന്നില്ല. ഇസ്ലാമിക സർക്കാരുകളുടെ സ്ഥലത്തെ പോലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ടാക്സ് വാങ്ങും പോലെ വാങ്ങില്ല സുഹൃത്തുക്കളെ സക്കാത്ത്. ആ സക്കാത്ത് കൊണ്ടുപോയി കൊടുത്തെങ്കിൽ മാത്രമുള്ളൂ അതിൻ്റെ ആ കടമ, ആ കർത്തവ്യം നമുക്ക് തീരും. കൊടുക്കുക എന്നുള്ളത് അത് റമദാനിൽ നമുക്കുണ്ടായ ഒരു വലിയ മനസ്സാണ്. നമ്മൾ നിർത്തരുത്. ഒന്നും വേണ്ട. ഇപ്പം നമ്മൾ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെറിയൊരു പെട്ടി വെക്കുന്നു, നമ്മുടെ ചില്ലറ പൈസകൾ ഇടുന്നു സുഹൃത്തുക്കൾ. എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് കൊടുക്കേണ്ടി വരുമ്പോൾ അതെടുത്തു കൊടുത്താൽ പോലും വലിയ സംഖ്യകൾ നമുക്ക് നൽകാൻ പറ്റും. സക്കാത്ത്, എന്തെങ്കിലും ദാനശീലം, ആളുകളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് യഥാർത്ഥത്തിൽ റമദാന്റെ 30 പകലുകൾ ദാനം നൽകിയിട്ടും നമുക്കുണ്ടായി വന്നിട്ടുണ്ടോ? ഒരു ബക്കറ്റ് മുന്നിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെടുന്ന ഒരു അയൽവാസിയെ കാണുമ്പോൾ ഒരാളെ ഭക്ഷണം നമ്മുടെ കൈകൊണ്ടാവട്ടെ എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന്, വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യം നമ്മൾ ആലോചിക്കുക. എന്തൊക്കെ തെറ്റുണ്ടില്ലേ? മദ്യപാനം എല്ലാ തിന്മകളുടെയും മാതാവാണ്. പലിശ തൻ്റെ മാതാവിനെ വ്യഭിചരിക്കുന്ന തുല്യമായ പാപം. അതൊന്നല്ല അന്നവിടെ പറഞ്ഞത്. ഒരു വിശ്വാസിയുടെ വിജയത്തിന് ആവശ്യമായി അവൻ വിട്ടു നിൽക്കേണ്ട പാപം ഏതാണ്? വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമിൻ. ആർക്കാ പറയാൻ പറ്റുക? ആർക്കാ ഉറപ്പ് പറയാൻ പറ്റുക? എൻ്റെ ഗുഹ്യസ്ഥാനങ്ങളെ, എൻ്റെ സ്വകാര്യതകളെ ഞാൻ 100% സൂക്ഷിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? അള്ളാഹു അതല്ലേ ഉൾപ്പെടുത്തിയ സുഹൃത്തുക്കളെ. ദുനിയാവിൽ വിജയിക്കണോ? മനസ്സിൽ അത്തരം വൈകാരിക ചിന്തകൾ ഇല്ലാതാവും. മനസ്സ് കുടുങ്ങിപ്പോകുന്നു, മനസ്സ് ഇടുക്കായി പോകും. അവിഹിതമായ ചിന്തകൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളുകളുടെ മനസ്സ് എപ്പോഴും ഇടുങ്ങിക്കിടക്കും. അവിടെ മനസ്സുകൾ കടുത്തു പോകും. എപ്പോഴും ആ പാപത്തിൻ്റെ ഇരുട്ട് അവരെ മനസ്സിനെ മൂടിക്കൊണ്ടിരിക്കും. നോക്കൂ നിങ്ങൾ, അത്തരം രംഗത്തിൽ ഒരു സൂക്ഷ്മത. സ്വന്തം ഇണകളിലല്ലാതെ, സ്വന്തം ഭാര്യമാരിലല്ലാതെ, ഭർത്താക്കന്മാരില്ലാതെ അങ്ങനത്തെ ഒരു ചിന്തല്ല. പണ്ഡിതന്മാർ ഹിജാബിനെ പോലും ഉൾപ്പെടുത്തി. ഏത്? നമ്മുടെ വസ്ത്രധാരണത്തിൽ സ്ത്രീകൾ കാണിക്കേണ്ട സൂക്ഷ്മതയെപ്പോലും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ജാമ്യം നിന്നു നബി തൻ്റെ ഗുഹ്യസ്ഥാനത്തെയും നാവിനെയും സൂക്ഷിക്കുന്നവന് സ്വർഗം തരാൻ. പാപം ഭാരങ്ങളാണ്. നിന്റെ മുതുകൊടിച്ച് കളയുന്ന പാപഭാരങ്ങളെ നിന്നെ ഇറക്കി വെച്ചു. ഓരോ തിന്മയും സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിന് ഭാരമാണ്. ആ ഭാരമില്ലാതെ ജീവിക്കണമെങ്കിൽ, തെറ്റുകളില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. മറ്റൊന്ന് പറഞ്ഞത് അമാനത്താണ്. നമ്മുടെ അമാനത്തുകൾ നിർവഹിക്കും. നമുക്ക് നമ്മുടെ കടമകൾ നിർവഹിക്കാതെ ഒരു മനസ്സമാധാനം കിട്ടില്ല. ഭാര്യനെ നോക്കാത്ത ഒരാൾക്ക് എന്ത് കുട്ടികളെ നോക്കാത്ത ഒരാൾക്ക് എന്ത് മനസ്സമാധാനം കിട്ടുക? മുതലാളിന്ന് ശമ്പളം വാങ്ങിയിട്ട്
പണിയെടുക്കാത്തവന് എന്ത് മനസ്സമാധാനം കിട്ടാം സുഹൃത്തുക്കളെ? രാവിലെ വന്ന് ഒപ്പിട്ട് ഓഫീസിൽ കയറി ഇരുന്ന് ഫയൽ നോക്കാത്ത, ജോലി നോക്കാത്ത ഒരാൾക്ക് എന്താ കിട്ടുക? കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തൻ്റെ ടൈം ടേബിൾ പ്രകാരം താൻ പോകേണ്ട ക്ലാസ്സിൽ പോകാതെ സ്റ്റാഫ് റൂമിൽ മൊബൈൽ നോക്കിയിരിക്കുന്ന ഒരു അധ്യാപകനൊരു ജോലിക്കാൻ എന്ത് സമാധാനം കിട്ടുക? നമ്മുടെ ബാധ്യതകളെ നമ്മൾ നിർവഹിക്കാതെ വല്ലദീന ഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, അവരവരുടെ അമാനത്തുകളെ നിർവഹിക്കുന്നവരാണ്. അള്ളാഹു ഈ വിശേഷണങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ പറയുന്നത് വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ, അവിടെ നമസ്കാരങ്ങളിൽ അവർ ശ്രദ്ധ പുലർത്തും. ഇപ്പോൾ തുടക്കത്തിലും നിസ്കാരം പറഞ്ഞത്, അവസാനത്തിലും നിസ്കാരമാണ്. ഇവിടെ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് അവിടെ നമസ്കാരത്തിൽ നിതാന്തമായ ശ്രദ്ധ പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നിസ്കരിക്കല്ല, ശരിക്കും അതിന് ഓതു കൊടുക്കണം, ആ കിബില ശരിയാവണം, വൃത്തി വേണം, ആ സുജൂദാകണം, എല്ലാ അവയവങ്ങളും നിലത്ത്